മിസ്റ്റർ മേനോൻ, വീണ്ടും അവർ എപ്പോ ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. എങ്ങനെ? അതറിഞ്ഞൂടെ സാർ. ചിലപ്പോൾ ആരെങ്കിലും നേരിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ. അവർ ബന്ധപ്പെട്ടാൽ ഞാൻ എന്താണ് സാർ പറയേണ്ടത്? തടവുകാരെ ആദ്യം വിട്ടയക്കാൻ പറയുക. അതിനവർ തയ്യാറാണെങ്കിൽ മാപ്പ് കൊടുക്കുന്ന കാര്യം നമുക്ക് പരിഗണിക്കാം. അതിനവർ വഴങ്ങുന്നില്ലെങ്കിൽ കഴിയുന്നത്ര സമയം ദീർഘിപ്പിക്കുക. CM സ്ഥലത്തില്ലെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞു. ഐ തിങ്ക് മിസ്റ്റർ മേനോൻ യു ക്യാൻ മാനേജ് ഇറ്റ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ഹോം സെക്രട്ടറിയുടെ അഭിപ്രായം എന്താ? കേന്ദ്രമന്ത്രി കൂടി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും കൂടി ഈ വിവരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം. യെസ്, CM സ്ഥലത്തില്ല. പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററെയും വിവരം അറിയിച്ചു കൊള്ളാമെന്ന് CM ഏറ്റിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഫോഴ്സിനെ തയ്യാറാക്കി നിർത്തുക. എപ്പോ വേണമെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ തക്കവണ്ണം. റെഡി സർ. ശരി, വേറൊന്നും ചർച്ച ചെയ്യാനില്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കാണാം. I am K. Menon, brother-in-law of Minister Bharathan Menon. Hello. Please take your seat. I want to know exactly what happened. Is the minister still alive? What has gone wrong? Where they hijacked? What's their demand? When and where they hijacked? How they hijacked? You have to answer me properly and correctly. Sorry. ഹൈജാക്ക് നടന്നു എന്നത് വാസ്തവം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഫോർ ഒബ്വിയസ് റീസൺസ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. Why? You can't escape like that. You are a responsible officer. You will have to answer me. എഴുതേക്കടോ, എഴുതേക്കാൻ. എനിക്ക് സൗകര്യമില്ല മറുപടി പറയാൻ. താൻ പോയി കംപ്ലൈന്റ് ചെയ്യേ, ഇല്ല കേസ് കൊടുക്ക്. തന്റെ അളിയനെ ഞാൻ ഈ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. പറയുമ്പോ ഇറക്കി വിടാൻ. You please. No, don't talk. Get out. കടന്നു പോകാൻ. You cannot escape like that. You are a responsible officer. വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ബ്രദറില്ല. Nonsense. എന്ത് വേണം? കുറച്ച് വെള്ളം വേണം. ഇതല്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് വെള്ളം വേണം. ഇത് കണ്ടിട്ട് എന്റെ നാക്കിൽ വെള്ളമൊന്നും ഊറുന്നില്ല, എനിക്ക് കൊതിയുമില്ല. പക്ഷെ അപ്പുറത്ത് കുറെ മനുഷ്യരുണ്ട്. നേരത്തോട് നേരമായി അവരെന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട്. നിങ്ങൾ കുറച്ച് മനുഷ്യത്വം കാണിക്കണം. തനിക്കെന്ത് വേണം? എനിക്കും കുറച്ച് വെള്ളം വേണം, വേറൊന്നും വേണ്ട. ആന്റണി, പേരെ തട്ടിക്കഴിഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞതല്ലേ. ആര് പറഞ്ഞു? ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഞാൻ കണ്ടതല്ലേ. താനൊന്ന് പോടും. എന്നിട്ട് പത്രത്തിൽ കണ്ടില്ലല്ലോ. പത്രത്തിൽ ഏതാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്? സാർ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ദയവായി നിങ്ങൾ എന്നെ ഒന്ന് വിട്. എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മുറിയിലും വേറെ കുറെ സാറന്മാർ ഇരിപ്പുണ്ട്. ബാക്കി അവരോട് പോയി ചോദിക്കേ. സാർ ഹൈജാക്ക് ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഹൈജാക്കാണിത്. സാർ ഇതിൽ വിജയിക്കുമോ? എനിക്കറിയില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാലേ, എന്നാ പിന്നെ എന്തെങ്കിലും അറിയാവുന്ന ഒരാളിനെ പിടിച്ചിട്ട് ഇരുത്ത്. എന്നാ താങ്കൾ ഇരടോ. പത്രക്കാരാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസം ചോദിക്കാം. സ്ഥലം കണ്ടുപിടിച്ചോ? ഇല്ലെന്ന കാര്യം പറഞ്ഞില്ലേ? സർ, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. ചില അത്യാവശ്യ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ സാർ അത്യാവശ്യം? ഞങ്ങൾ കൂടെ കേൾക്കട്ടെ. നിങ്ങൾ പുറത്തു പോകണം. പ്ലീസ് ഗോ ഔട്ട്. പ്ലീസ് ഗോ ഔട്ട് ഐ സേ. പ്ലീസ് ഗോ. സാർ ചുമ്മാ ഒരു ഫോട്ടോ. രാജു സാറേ, അമ്മായിയപ്പൻ ഐ ജി ആണെന്നറിയാം. സാറിന്റെ അധികാരം ഉണ്ടെങ്കിലേ ചെങ്കോല് ഞങ്ങളുടെ കയ്യിലാ.
ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. എവിടെ? വയർലെസ് റൂമിൽ. ഹലോ 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 ചാൾസ്, മേനോൻ ഹിയർ. മിസ്റ്റർ മേനോൻ, എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. തടവുകാരെ നിങ്ങൾ വിട്ടയക്കണം. പോലീസിനെ നിങ്ങൾ കീഴടങ്ങണം. നിങ്ങൾക്ക് മാപ്പ് തരുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കും. ആർക്ക് വേണം നിങ്ങളുടെ മാപ്പ്? മിസ്റ്റർ മേനോൻ, ടേംസ് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും, അത് നിങ്ങൾ അനുസരിക്കും. അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങാം. അവിവേകമൊന്നും കാണിക്കരുത് ചാൾസ്. തടവുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. എന്നോട് ഭീഷണിയോ? എടോടി ഏജി, തന്റെ ഉമ്മാക്ക് എന്റെ അടുത്ത് ചെലവാകില്ല. താനൊരു മാന്യനായതുകൊണ്ടാ 24 മണിക്കൂർ സമയം തന്നത്. നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3-4 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ അനുഭവം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ പഠിക്കും. ചാൾസ്, അരുത്. അവരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഹോം മിനിസ്റ്റർ മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എങ്കിലും തന്റെ ഡിമാൻഡ്സ് ഒന്നും ഞങ്ങളുടെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല. ഗോൾഡിന്റെയും ഡോളറിന്റെയും കാര്യമൊക്കെ തീരുമാനിക്കുന്നത് റിസർവ് ബാങ്കും സെൻട്രൽ ഗവൺമെന്റുമാണ്. പിന്നെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിൽ പല ഉന്നതന്മാർ ഇടപെടേണ്ടതുണ്ട്. ഞങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്താനുള്ള ശ്രമത്തിലാണ്. കൂടാതെ CM സ്ഥലത്തില്ല. നാളെ അദ്ദേഹം സ്ഥലത്തെത്തുന്നവരെങ്കിലും ചാൾസിന്റെ ഭാഗത്ത് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത്. ഹലോ ഹലോ ഹലോ. കട്ടായി പോയതാണോ സാർ? അല്ല, കട്ട് ചെയ്തതാ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലേ ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞത്? രണ്ടും കൽപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ എന്താ? അത് വലിയ റിസ്ക് ആയിരിക്കും സർ. തടവുകാർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചാൾസും കൂട്ടരും വാച്ച് ചെയ്യുന്നത് പിവറ്റൽ പോയിന്റുകളിൽ നിന്നാണ്. ദൂരെ നിന്നുള്ള ഏത് മൂവ്മെന്റ്സും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദേ വിൽ ബിക്കം അലർട്ട്. സോ ദി വാട്ട്സ് ആർ അഗൈൻസ്റ്റ് us. കൂടാതെ ബിൽഡിംഗിന്റെ അപ്രോച്ച് റോഡിലും പരിസരത്തും എക്സ്പ്ലോസീവ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിമോട്ട് കൺട്രോൾ ചാൾസിന്റെ കയ്യിലും. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്ന കാര്യം വളരെ പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങണോ? അതേതായാലും വേണ്ട സർ. ചാൾസിന്റെ വാക്കിൽ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അയാൾ ഒരു അവിവേകത്തിന് മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. CM നാളെ എത്തുമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുവരെ അയാൾ ക്ഷമിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അതിനിടയിൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം സർ. ഞാൻ വരട്ടെ. ഇപ്പോ രക്ഷപ്പെടണം. ഇനി ഇതിനൊരവസരം കിട്ടിയെന്ന് വരില്ല. സ്വയം നഷ്ടം വരുത്തി നമ്മളെ രക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമെന്ന് താൻ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. ഒന്നുകിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ പട്ടിയെപ്പോലെ വെടിവെച്ചു കൊല്ലും. വൈശാഖിന് ഭാര്യയെ കാണണ്ടേ? വേണം. എങ്കിൽ വരും.
എന്തിനാ വൈശാഖ ഈ അവിവേകം കാണിച്ചത്? ഞാൻ എന്റെ ലക്ഷ്മി അവളെ എന്റെ ലക്ഷ്മി അവളെ കാണാൻ ബാലകൃഷ്ണനോടെ ബാലകൃഷ്ണൻ സാർ ഹലോ DIG സാറല്ലേ? ചാൾസ്. രാത്രിയിൽ ഡിസ്റ്റർബ് ചെയ്തതിൽ ക്ഷമിക്കണം. ഒരു നിമിഷം ഫോൺ താഴേക്ക് വെക്കുക, എന്നിട്ട് വാതിൽ തുറന്ന് നോക്കുക. ഹലോ, കണ്ടില്ലേ? ഇപ്പോൾ ബോധ്യമായല്ലോ. ഇതൊരു തുടക്കം മാത്രം. വീണ്ടും 24 മണിക്കൂർ സമയം തരുന്നു. അതിനുള്ളിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ബൈ. ഹലോ. ആദ്യം രാംസിംഗ്, ഇപ്പൊ ബാലകൃഷ്ണൻ, 2 എണ്ണമായി. ഇനി ഒരെണ്ണം കൂടി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായയെ മാറും. നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു ഓപ്പറേഷൻ ഉണ്ടായാൽ മുമ്പ് മേനം പറഞ്ഞതുപോലെ ഇരുഭാഗത്തും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു ബോട്ടോ 4 കള്ളന്മാരോ വലിയ പ്രോബ്ലം ഒന്നുമല്ല. പിന്നെ 5 കോടിയുടെ കാര്യമല്ലേ, നമുക്ക് ഡൽഹിയെ കൺവിൻസ് ചെയ്യേണ്ടി വരും. ഞാൻ കുറച്ചു മുമ്പ് CM-മായി സംസാരിച്ചപ്പോ കേന്ദ്രമന്ത്രി കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് വേറെ ഒരു മാർഗവുമില്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ഡിമാൻഡ്സിന് വഴങ്ങിക്കൊടുക്കുക. എനിക്കതിനോട് യോജിപ്പില്ല. നമ്മളൊരു കീഴ്വഴക്കമുണ്ടാക്കിയാൽ നാളെ അത് വീണ്ടും ആവർത്തിച്ചെന്ന് വരും. ഇന്ന് 4 മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കാര്യത്തിലാണ് സംഭവിച്ചത്. നാളെ ചിലപ്പോൾ ഒരു കൊലപാതകയ്ക്ക് വേണ്ടിയായിരിക്കും. നമുക്കുണ്ടാകുന്ന ഒരു പരാജയം പല ഭീകരന്മാർക്കും ഒരു പ്രചോദനമാകും. ടു ബി വെരി ഫ്രാങ്ക്, 1% പോലും എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നു. ഇതൊരു പരാജയമാണ്, കീഴടങ്ങലാണ്. നെവർ, ഒരിക്കലുമല്ല. ഒരു വിട്ടുവീഴ്ച, അതും ആർക്കു വേണ്ടി? നിരപരാധികളായ ഒരു പറ്റം മനുഷ്യർക്ക് വേണ്ടി. ആ ഭീകരന്മാർക്ക് മനുഷ്യത്വത്തിന്റെ ഒരു അംശം പോലും ഇല്ലെന്ന് അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ നമുക്കെന്താ വേറൊരു പോംവഴി? ഇല്ല സാർ, അതുകൊണ്ട് തന്നെ അങ്ങ് പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. ഇതൊരു പരാജയമോ കീഴടങ്ങലോ അല്ല. ഈ വിട്ടുവീഴ്ചയെ ആരും ദുർവ്യാഖ്യാനിക്കുമില്ല. കൂടാതെ തടവുകാരെ വിട്ടുകിട്ടിയാൽ ഉടൻ സമർത്ഥമായി അവർക്കെതിരെ ഒരു കെണിയൊരുക്കുക, സർവശക്തിയും ഉപയോഗിച്ച് അവരെ എതിർക്കുക. ഈവൻ ഇഫ് വി ഹാവ് ടു കിൽ ദം. സാറിന് തെറ്റുപറ്റി. വളരെ സമർത്ഥമായിട്ടാണ് ഈ ഗ്രൂപ്പ് കിഡ്നാപ്പിംഗ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരുക്കുന്ന കെണിയിൽ വീഴാൻ മാത്രം മണ്ടനല്ല ചാൾസ്. അയാൾ രക്ഷപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ നീണ്ടുപോയാൽ? പല രാജ്യങ്ങളിലും ഇതിലും ദുർഘടമായ സാഹചര്യങ്ങളിൽ ഹോസ്റ്റേജസിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതിലും വലിയ ഭീകരന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ അതൊന്നും സ്റ്റേറ്റ് അറ്റാക്കുകളായിരുന്നില്ല, കമാൻഡോ ഓപ്പറേഷൻസ് ആയിരുന്നു എന്ന് മാത്രം. ശരിയായിരിക്കാം, പക്ഷെ നമ്മുടെ ഫോഴ്സിൽ അതിനെ പറ്റിയ ആളുകളുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. വേണമെങ്കിൽ അയാളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആരാണ് അയാൾ? Who the hell is he? മേനോൻ സാർ. ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അപ്പോഴാണ് സദേൺ എക്സ്പ്ലോസീവ്സ് ആൻഡ് മൈനിങ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഇപ്പോൾ ഓൺ ഡ്യൂട്ടിയിലാണെന്ന് അറിഞ്ഞത്. നേരെ ഇങ്ങോട്ട് പോകും. ആരെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ആരെയെങ്കിലും പറഞ്ഞു വരേണ്ട കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എനിക്ക് കുറച്ച് സംസാരിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം സാർ. ഡിപ്പാർട്ട്മെന്റിലെ കുട്ടി ദൈവങ്ങൾക്കും വലിയ ദൈവങ്ങൾക്കും സുഖം തന്നെയാണോ സാർ? കരക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ക്രെഡിറ്റ് കീശയിലാക്കുന്ന ഏർപ്പാട് ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്നെ പോലെ അപ്പാവികൾ ഇപ്പോഴും ആരെങ്കിലും കാണും ഡിപ്പാർട്ട്മെന്റിൽ. താനതൊന്നും മറന്നില്ലേടൂ. എങ്ങനെ മറക്കാൻ? ഇമ്രാൻ, യു കം വിത്ത് മീ. എങ്ങോട്ടാ സാർ? വരൂ പറയാം.
തൂക്കിയിട്ടിരിക്കുന്ന ഒരാൾ ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ്, മറ്റേയാൾ ഫസ്റ്റ് എഞ്ചിനീയർ. തൂക്കുമായി നിൽക്കുന്ന രണ്ടുപേർ ഈ ഷിപ്പിലെ ജോലിക്കാരുമാണ്. അവർക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ട്. ഷിപ്പിന്റെ ഉടമസ്ഥൻ ഒന്നിനും വഴങ്ങുന്നില്ല. സംഭവം ഈ പോർട്ടിൽ വെച്ചായതുകൊണ്ട് നമുക്ക് തലവേദനയായി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണെങ്കിൽ ആരെയും അടുക്കാനും സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യൂടോ? ഹലോ, Keep it there. Taste it. Take the other one. Take the chicken also. സാർ ഇത് കണ്ടില്ലേ? പത്രത്തിൽ പടം വരണം എന്നൊക്കെ ഒരു കാലത്ത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നില്ല സാർ. പക്ഷെ വല്ലവരും ജോലി ചെയ്തതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള അമ്മായിയപ്പന്റെ മരുമകന്റെ ആഗ്രഹം അത് കുറച്ച് കടന്നുപോയി. അതെ സാർ, IG കൂടി അറിയാതെ ഇങ്ങനെ ഒരു ന്യൂസ് ഇതിൽ വരില്ല. പോട്ടെ ഇമ്രാൻ, പൊന്നിൻ കുടത്തിന് എന്തിനാടോ പൊട്ട്? വേണ്ട വേണ്ട, ഇങ്ങനെ പറഞ്ഞ് സാർ എന്നെ സൂചിപ്പിക്കുകയൊന്നും വേണ്ട. ഇമ്രാൻ, എന്താ സാർ? എന്താ സാർ? ഒന്നുമില്ല ഇമ്രാൻ. താൻ എന്ത് പറയുന്നു? പുറപ്പെടാം. തുറന്നു പറയുന്നതിൽ പരിഭവം തോന്നരുത് സാർ. എനിക്ക് പറ്റില്ല. ഒരിക്കലെല്ലാം വേണ്ടെന്ന് വെച്ചാൽ വീണ്ടും തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇമ്രാൻ എന്താ ഈ പറയുന്നത്? സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇത്തരം ഒരു അവസരത്തിൽ ഇമ്രാൻ എന്ന് മുഴുവൻ വിളിക്കണ്ട. അതിനു മുമ്പേ താൻ ഓടിയെത്തുമായിരുന്നു. ആ എന്തൂസിയാസം, എനർജി ഇവയൊക്കെ ഇപ്പോഴും തനിക്കുണ്ടെന്ന് ഞാൻ കരുതി. അങ്ങനെ ഓടി വന്നതിന്റെ ഫലമൊക്കെ എനിക്ക് കിട്ടി സാർ. ഇനി അങ്ങനെ ഓടാൻ എനിക്ക് പ്രയാസമുണ്ട്. ആ, എനിക്കൊരു തെറ്റുപറ്റി. തന്നെ കുറിച്ചുള്ള എന്റെ ഓവർ കോൺഫിഡൻസ് അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇമ്രാൻ എന്ന് വളരെ വലുതായി പോയി. സ്വന്തം വീട്, കാറ്, ജീപ്പ്, ബിസിനസ്. 15 പേരുടെ ജീവനും ഒരു ബിസിനസ്മാനും തമ്മിൽ എന്ത് ബന്ധമിരിക്കുന്നു അല്ലേ? ഈ സുഖവും സൗകര്യവും ഒക്കെ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് സാർ. അല്ലാതെ കട്ടും കൈക്കൂലിയും വാങ്ങി ഉണ്ടാക്കിയതല്ല. സാറിന് നന്നായിട്ട് അറിയാമല്ലോ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി, ഡിപ്പാർട്ട്മെന്റിലെ പട്ടികൾക്കൊക്കെ എന്റെ പേരിട്ടു. അന്നൊക്കെ ആട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് സാറിനെ സമാധാനിപ്പിച്ചു. അവസാനം എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ സാറിന് എന്നെ സഹായിക്കാൻ സാധിച്ചോ? നാണവും മാനവും ഉള്ളതുകൊണ്ട് റിസൈൻ ചെയ്തു. തൊഴിലറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്ക് തന്നോട് അസൂയ. ഐ എം സോറി സാർ. ഞാനൊന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിൽ കുറെ നാളായി കെട്ടിക്കിടക്കുന്ന വിഷമം ആരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇമ്രാൻ, ഞാൻ തന്നെ വിളിക്കാൻ വന്നത് പൊന്നാട ചാർത്താനോ സ്വീകരണം തരാനോ ഒന്നുമല്ല. വളരെ റിസ്ക് ഉള്ള ഒരു കാര്യത്തിനാണ്. റിസ്ക് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. താനിന്ന് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനല്ല. തന്റെ ടേംസ് തനിക്ക് സംസാരിക്കാം. നോ സർ, ഒരിക്കലും ഞാൻ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. സർവീസിലുണ്ടായിരുന്നപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിരുന്നു ഇമ്രാൻ. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ്ങിന് തന്നെ അയച്ചത്. എന്ന് വെച്ച് തന്റെ സേവനം മിസ്യൂസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. എന്ത് വേണമെങ്കിലും തനിക്ക് ചോദിക്കാം. സാർ എന്താ വീണ്ടും ഇങ്ങനെ പറയുന്നത്? എന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് ഇത്ര നേരം സംസാരിക്കില്ലായിരുന്നു. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞല്ലോ. ഇവളുടെ വിവാഹ കാര്യം. 2 ദിവസമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതെന്ന് തീരുമെന്ന് പറയാൻ പറ്റില്ല. തീരാതെ എനിക്ക് തിരിച്ചു വരാനും പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും സാർ? ഇക്ക,
ഇക്ക